ഇന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ട് വിഷയം. ഒന്ന്, കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ തീ പിടിച്ചിട്ട് 6 മാസം ഗർഭിണിയായ സോന എന്ന യുവതി മരിച്ച സംഭവം. അതുപോലെ തന്നെ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്തും പെൺവാണിഭവും നടത്തിയ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ അലീന, അതുപോലെ തന്നെ സിന്ധു എന്നിവരെ കുറിച്ചുള്ള ചർച്ചകളാണ്. സോനയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പുറത്തേക്ക് വന്നിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മോഡലിംഗുമായി ബന്ധപ്പെട്ട് പെൺവാണിഭം, അതേപോലെ തന്നെ മനുഷ്യക്കടത്തിയ കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് അന്ന് നടക്കുന്ന സംഭവങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ന്യൂസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കും ഈ ചർച്ചകളിൽ പങ്കാളികളാകാൻ പറ്റുന്നതാണ്. ആദ്യം, സോനയുടെ മരണം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിക്കുന്നു. തീ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരൊക്കെ വന്ന് അവരുടെ കാറൊക്കെ വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ 6 മാസം ഗർഭിണിയായ സോനയും ഭർത്താവ് രജിൻ രാജുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. നാട്ടുകാർ പുറത്തെടുക്കുമ്പോൾ സംഭവ സ്ഥലത്ത് തന്നെ സോന മരിച്ചിരുന്നു. രജിൻ രാജിനെ പൊള്ളലിട്ടത് കൊണ്ട് കൂടുതൽ 75% പൊള്ളലേറ്റത് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആദ്യം കേൾക്കുന്ന ന്യൂസ്. നമുക്ക് ആ ന്യൂസ് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച ഗർഭിണി മരിച്ചു. കക്കരമുക്ക സ്വദേശികളായ ദമ്പതികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകാനുണ്ട്. അഭിജിത്ത്, പറയൂ. ചെറുവണ്ണൂരിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. ദമ്പതികളായ 2 പേരാണ് ഈ കാറിനകത്തുണ്ടായിരുന്നത്. ഈ കാറിന് തീ പിടിക്കുകയും അങ്ങനെ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഗർഭിണിയായിരുന്നു ഇതിലുണ്ടായിരുന്ന സ്ത്രീ. ഉടൻ തന്നെ ഈ തൊട്ടടുത്തുള്ളവർ, നാട്ടുകാരൊക്കെ ചേർന്ന് ഈ തീ കെടുത്തി. അങ്ങനെ ഫയർ സ്റ്റേഷനിലൊക്കെ വിവരമറിയിച്ചു. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ 2 പേരെയും പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഗർഭിണിയായ യുവതി മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക്. ഇതാണ് നമ്മളിലേക്ക് ആദ്യം വന്ന ന്യൂസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ കേസന്വേഷണം പുരോഗമിക്കുമ്പോൾ സോനയുടെ ബന്ധുക്കള് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിനോട് പറയുന്നു. അതേപോലെ തന്നെ മാധ്യമങ്ങളോടും പറയുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ രജിൻ രാജിനും സോനയ്ക്കും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അവിഹിതത്തിന്റെ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതിന്റെ കൂടുതൽ ന്യൂസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ബന്ധുക്കള് ഇതില് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള സംശയങ്ങൾ മാധ്യമങ്ങളോടായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പൊ പോലീസ് കൂടുതലായിട്ട് കേസന്വേഷണം വിപുലീകരിക്കുന്നു. കൂടെ തന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് കാറിന്റെ ഉൾവശം മാത്രമേ കത്തിയിട്ടുള്ളൂ. മുൻവശവും ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ കാർ മൊത്തമായിട്ട് കത്തണല്ലോ. പുറത്തും അകത്തും എല്ലാം മൊത്തമായിട്ട് കത്തണം. ഇതിന്റെ കാറിന്റെ അതും പിൻഭാഗത്താണ് സോന ഇരുന്നിരുന്നത്, മുൻവശത്ത് രജിൻ രാജു. അപ്പൊ പിൻവശം മാത്രമാണ് സോന ഇരുന്നിരുന്ന ഏരിയയാണ് കൂടുതൽ കത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് ബന്ധുക്കൾ, എന്നൊക്കെയാണെന്നല്ല, അതാണ് സത്യം. ഇതിന്റെ ഈ കാരണം കൊണ്ടിട്ടാണ് ബന്ധുക്കള് ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോ ആ ബന്ധു സംസാരിച്ചത് എന്താണെന്ന് നമുക്ക് ന്യൂസ് ഒന്ന് നോക്കാം. എന്താണ് ചാനലിനോട് പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത് നമുക്ക് നോക്കാം. പ്രശ്നം ചെറിയ തോതിലുണ്ട്. അതെന്നുവെച്ചാൽ വിവാഹം അങ്ങനെ നടന്നതാണ്. അവർ ആദ്യം സ്നേഹിച്ച് നേരെ രണ്ടാമത് ഇവള് വേറെ കല്യാണം ആലോചിച്ച് അതിനുശേഷം ഇവള് മരിക്കാനൊക്കെ പോയ ശേഷം രണ്ടാമത് കേസായവരെ പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ചതാണ്. ഈ കാറിൻ്റെ മുന്നിലെ ബോഡിയോ കേക്കിലെ ഭാഗമോ ഒന്നും ആയിട്ടില്ല. ഈ ഉൾഭാഗം കംപ്ലീറ്റ് കത്തി നശിച്ചു. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ മുൻഭാഗത്തിന്റെ എഞ്ചിൻ ഭാഗം പൊട്ടി. ഇതാണ് ആ ബന്ധു പറഞ്ഞു വെക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വീണ്ടും കേസന്വേഷണം കൂടുതലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിക്കുന്നു. അതിപ്പോ മാധ്യമങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ആ CCTV ദൃശ്യം. ഈ CCTV ദൃശ്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോനയാണ് ആ പെട്രോൾ പമ്പിൽ പോയി ഈ പെട്രോൾ വാങ്ങിക്കുന്നത്. കയ്യിലൊരു ക്യാൻ ഉണ്ട്, ക്യാനിലാണ് ആ പെട്രോൾ പമ്പ് വാങ്ങിക്കുന്നത്. എനിക്കൊരു സംശയം വെച്ചാൽ ഈ പെട്രോൾ പമ്പിൽ ഈ ക്യാനിലൊക്കെ ഇപ്പം പെട്രോൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിയമവിരുദ്ധല്ലേ? അങ്ങനെ എവിടെയോ ഒരു ന്യൂസ് കേട്ട പോലെ ഉണ്ട്. ഇത്രയധികം പെട്രോള് ക്യാനിലൊക്കെ നിയമം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോ ഈ CCTVയിൽ നിന്ന് മനസ്സിലാകുന്നത് സോനയാണ് പെട്രോൾ വാങ്ങിയത്. ആ ടൈം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അന്ന് മരിച്ചെന്ന് വൈകിട്ടാണ് സോന പെട്രോൾ വാങ്ങുന്നത്. അപ്പൊ ഇപ്പൊ സംശയം എന്ന് പറയുന്നത് ഈ സോന ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ ഭർത്താവ് രജിൻ രാജിനെയും വകവരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി പെട്രോൾ വാങ്ങിച്ചിട്ട് കാറിൽ നിന്ന് തീ കൊളുത്തിയതാണെന്നുള്ള ഒരു സംശയം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്.
ഇതിന്റെ കൂടെ തന്നെ ചിലപ്പോ, അതായത് സോന കുറെ ദൂരെ നിന്നാണ് ആ പെട്രോൾ പമ്പിലേക്ക് നടന്നു വരുന്നത്. അതിന്റെ കൂടെ തന്നെ ചിലപ്പോ വണ്ടിയിൽ പെട്രോൾ ഇല്ല എന്ന് റെജിൻ രാജ് സോനയോട് പറയുകയും മുന്നേ കരുതി വെച്ച ഒരു ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാനും കൊടുത്തിട്ട് ഇതിൽ നീ കുറച്ച് പെട്രോൾ വാങ്ങിയിട്ട് വാ എന്ന് സോനയോട് പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ചിട്ട് സോനയെ പെട്രോൾ പമ്പിലേക്ക് പറഞ്ഞയക്കാനുമുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സംശയങ്ങളാണ് ഇനി പോലീസിനെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത്. ഒന്ന്, സോന ആത്മഹത്യ ചെയ്യുകയും കൂടെ തന്നെ റെജിൻ രാജിനെ വകവരുത്തണം എന്നുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോൾ റെജിൻ രാജ് സോനയെ കൊല്ലാൻ വേണ്ടിയിട്ട് പെട്രോള് സോനയെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുക. അപ്പോൾ തെളിവുകൾ ഉണ്ടാവല്ലോ, സോന പോകുന്ന തെളിവ് എന്തായാലും CCTV, എന്തായാലും പെട്രോൾ പങ്കിന് CCTV ഉണ്ടാവുന്ന കാര്യം റെജിൻ രാജിന് അറിയായിരിക്കാം. അപ്പോ ഇത് സോനയാണ് പെട്രോൾ വാങ്ങിയെന്നുള്ള ഒരു തെളിവ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോനയെ പറഞ്ഞേക്കുന്നു. ഇതായിരിക്കാം രണ്ട് കാരണങ്ങൾ. ഇതിനി ഈ പോലീസ് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. ഇനി വരും ദിവസങ്ങളിൽ അത് പോലീസ് അന്വേഷണത്തിൽ അത് കൃത്യമായിട്ട് തെളിയും എന്താണെന്ന്. റെജിൻ രാജിന് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം 75% പൊള്ളലേറ്റുണ്ട്. അപ്പോൾ ബേൺ ICUവിലാണ് ഇപ്പോൾ റെജിൻ രാജ് ഉള്ളത്. കുറച്ചൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ മൊഴിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് സോണ കേസിന്റെ കാര്യങ്ങൾ. അടുത്തത് മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പെൺവാണിഭവും. ഇതിന്റെ പേര് 2 യുവതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിന്ധു, മറ്റേതൊന്ന് അലീന. 5ഓളം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പൊ 2 പ്രതികളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഈ അലീന പറയുന്ന ഈ അപരാധി ഉണ്ടല്ലോ, അവള് മുന്നേ ഒരു 1-2 ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ളതാണ്. ഞാൻ പറയുന്ന ഈ സഹോദരിമാരോട് ഇവളുടെ വാക്കും കേട്ടിട്ട് പിന്നെ ദുബായില് മോഡലിംഗ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ കെട്ടും പാടവും കെട്ടിയിട്ട് നേരെ ദുബായിലേക്ക് പോകുന്നത് എന്തൊരു അവസ്ഥയാണ്. ഇങ്ങനെ ആരെങ്കിലും അറിയാത്ത ഒരാള് ഓക്കെ മോഡലിംഗ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ ആ മോഡലിംഗ് ഉണ്ട്, ദുബായിൽ ഇത്ര പൈസ തരാം, ഓരോ ഷോക്കും ഇത്ര പൈസ തരാന്ന് പറഞ്ഞുടനെ എടുത്ത് പുറപ്പെടുന്നത് അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കില്ലേ? ഇവരാരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് എന്നുള്ള അന്വേഷിക്കില്ലേ? അപ്പൊ അന്വേഷിക്കുമ്പോൾ തന്നെ അലീനയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ 1-2 കേസിലെ പ്രതിയാണ്. കൊച്ചിയിലെ ബാറില് ഒരു പ്രാവശ്യം 2025 തോന്നുന്നു ബാറില് വടിവാള് വീശിയ കേസിലൊക്കെ വടിവാളെടുത്ത് വീശി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസൊക്കെ അലീനക്ക് നിലവിലുണ്ട്. ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ പോകുന്നത്? ഒന്നും അന്വേഷിക്കാതെയാണോ പോകുന്നത്? കേട്ടുടനെ മോഡലിംഗ് ദുബായ് എന്ന് കേട്ടുടനെ കുടുംബക്കാരോടും പറഞ്ഞു. ഈ കുടുംബക്കാരും സമ്മതിക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് കുറച്ചെങ്കിലും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിയുമ്പോൾ നമ്മളെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കണ്ടേ? ഇതിലിപ്പോ 3 പേരാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആരോഗ്യ സഹായത്തോടെ കേരളത്തിലെത്തുകയും കേരളത്തിലെത്തി നാട്ടിലെത്തിയതിനു ശേഷം കേസ് കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവരെ ആരും പിടിക്കാനും പറ്റില്ല. ഈ സംഭവങ്ങളൊന്നും പുറം ലോകത്ത് അറിയാനും സാധിക്കില്ല. മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് കൂട്ടിയിട്ട് പോകും. അവിടെ നിന്ന് സെക്സ് വർക്കിന് വേണ്ടിയിട്ട് നിർബന്ധിപ്പിക്കും. അത് ചെയ്യാൻ കഴിഞ്ഞിട്ടെങ്കിൽ എങ്ങനെയെങ്കിലായിട്ട് മയക്കുമരുന്ന് കൊടുത്തോ ബാക്കി എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ഇവരെ പ്രതികരണശേഷിയില്ല ആക്കിയിട്ട് അതിനുശേഷം ബാക്കിയുള്ളവർക്ക് കാഴ്ചവെക്കും. കാഴ്ച വെച്ചതിന് ശേഷം ഇവരുടെ വീഡിയോ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തും. കുട്ടികളെ കൊലപ്പെടുത്തും എന്ന് പറയും. ഈ വീഡിയോ ഒക്കെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും. നിന്നെ നാറ്റിക്കും, നിനക്ക് ഇതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. പിന്നെ അതങ്ങനെ ട്രാപ്പിലായി പോയില്ലേ? എനിക്ക് സംശയം ഈ ദുബായ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെക്കാട്ടിയും ഇന്ത്യനെക്കാട്ടും നിയമങ്ങൾ കർക്കശമായിട്ടുള്ള നാടാണ് ദുബായ് എന്ന് പറയുന്നത്. ഈ ദുബായിൽ ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാ ഇത്ര സുലഭമായിട്ട് നടക്കുന്നത്? നമ്മൾ മാക്സിമം ക്രിമിനൽ കേസ് ഇപ്പോൾ വരുന്നത് തന്നെ ദുബായിൽ. കള്ളക്കടത്ത് ദുബായ്, പെൺവാണിഭം ദുബായ്, ബാക്കിയുള്ള മയക്കുമരുന്ന് ദുബായ്, ഇതൊക്കെ ദുബായിൽ കേൾക്കണേ. അതെന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും? കാരണം നമ്മളെക്കാളും നിയമങ്ങൾ കൂടുതൽ കർക്കശമായിട്ട് പാലിക്കുന്നത് ദുബായിലാണ്. ഏതായാലും ഈ അറസ്റ്റിലായ 2 പേര് മാത്രം ആയിരിക്കില്ല ഇതിന്റെ പുറകിൽ. ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു വമ്പൻ റാക്കറ്റ് തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 2 പേരെ കൊണ്ടോ അല്ലെങ്കിൽ ഈ 5 പേരെ കൊണ്ടോ ഇത്രയധികമൊന്നും സംഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിന്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു വലിയൊരു മാഫിയ തന്നെ ഉണ്ടാകും. ആ മാഫിയ അടക്കം പുറത്തേക്ക് പോലീസ് കൊണ്ടുവരണം. ചിലപ്പം ഏതെങ്കിലും ഉന്നതരാണെങ്കിൽ പോലീസ് ഈ 2 പേരില്ല ഇല്ലെങ്കിൽ ഒരു 3 പേരെ അറസ്റ്റ് ചെയ്തിട്ട് ഇതങ്ങ് ഒതുക്കി തീർക്കാനുണ്ടാവുക. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീയുടെ വീഡിയോ ക്ലിപ്പ് ഇപ്പം മാധ്യമങ്ങൾക്ക് വീഡിയോ ക്ലിപ്പല്ല, വോയിസ് ക്ലിപ്പ് മാധ്യമങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുഹയാത്തിയാണോ ജനുവരി മാസത്തിലാണ് നടന്നിരുന്നത്. ആ ടൈമിലാണ് ഇവരുടെ ആദ്യത്തെ ഷോ നടക്കുന്നത് അവിടെ. അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരിയിലാണ് കയറുന്നത്. ഇവിടുന്ന് പോയപ്പോ പറഞ്ഞതൊന്നുമല്ല അവിടെ ചെന്നപ്പോ നടന്നത്. ഇത് ശരിക്കും നമ്മളെ ട്രാപ്പ് ചെയ്തതാണ്. അവിടെ ഇതുപോലെ പെട്ടുകിടക്കുന്ന ഒരുപാട് പേരുണ്ട്.
ഈ കള്ളിലും കഞ്ചാവിലും മയക്കുമരുന്നിലൊക്കെ അടിമയാക്കി ഇട്ടവരും ഉണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു കുട്ടീനെ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അതിന്റെ ഭർത്താവ് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവളുടെ കാമുകൻ അവിടെ ഈ മയക്കുമരുന്നിന്റെ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇവരൊരുമിച്ചിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് വേറൊരു ഫ്രണ്ട് അയച്ചിട്ട് അത് ഇവിടെ ആ ഫ്രണ്ട് ഭർത്താവിന് അയച്ചു കൊടുത്തു. അങ്ങനെ അയാള് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാം, പക്ഷെ ആരും ഇത് പുറത്ത് വിടുന്നില്ല. കൊണ്ടുപോകാന്ന് പറഞ്ഞത് സിന്ധുവാണ്. സിന്ധുവിനെ ഞാനൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ നമുക്കൊരു വേക്കൻസി തരാന്നാണ് അവര് പറഞ്ഞത്. ഇവര് നമ്മളെ ഈ എന്ത് വോയിസ് എടുത്തിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയിപ്പിച്ചിട്ടുണ്ട്. ഫോണ് കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്തു കൊടുത്തേന്നോ ഒന്നും ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരം തളർത്തിയിട്ടിട്ടുണ്ട്. ഈ ഓരോ ആൾക്കാര് വരുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് പോലും അഴിച്ചു കൊടുക്കാൻ അവിടെ പെൺപിള്ളേരുണ്ടായിരുന്നു. നോക്കാൻ വേണ്ടിട്ട് ഇതിൽ പട്ടികയെ തന്നെ ഇവിടെ പിടിക്കാത്ത ഒരു കുട്ടിയുണ്ട്. അവളാണ് ഇതെല്ലാം ചെയ്തിരുന്നതും എടുത്തതും എല്ലാം. അവിടെ 2 മാസത്തോളം നിന്ന് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിന്നത്. എന്റെ കുടുംബജീവിതം ആകെ നശിപ്പിച്ചു കളഞ്ഞവരെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ മയക്കുമരുന്ന് കൊടുത്തിട്ട് പ്രതിരോധ ശേഷി ഇല്ലാണ്ടാക്കും, ആളുകൾ കാഴ്ചവെക്കും, പിന്നെ ഭീഷണി, അതായി ഇതായി, അങ്ങനെയാണ് ഇവരൊക്കെ ട്രാപ്പിലാവുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ആ 2 യുവമിഥുനങ്ങൾ. ഇതിൽ അലീന എന്ന് പറയുന്നത്, ഈ സിന്ധു എന്ന് പറയുന്നവരെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തൊന്നുമില്ല. ഈ അലീന എന്ന് പറയുന്നവർക്ക് ഇപ്പം വയസ്സ് 23 വയസ്സായിട്ടു. നിങ്ങൾ നോക്കണം, 23 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ അലീന എന്ന് പറയുന്നത്. ഒരു സെക്സ് റാക്കറ്റിന്റെ കണ്ണികളായി പ്രവർത്തിക്കുന്നത് അത്ര ചെറിയ വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവര് ഇൻസ്റ്റാഗ്രാമിലാണ് ഇവരുടെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോ ഞാൻ നോക്കുമ്പോ പിന്നെ 19,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട് ഈ അലീനക്ക്. ഇതിനെ മുമ്പേ നോക്കിയപ്പോ അത്രയൊന്നും ഫോളോവേഴ്സ് ഇല്ല, 17,000 18,000 ഫോളോവേഴ്സ് ഉള്ളൂ. ഇപ്പൊ ഈ മാധ്യമങ്ങളിലൂടെ ഇവരെ ന്യൂസ് ഒക്കെ വന്നപ്പോ എല്ലാരും അങ്ങ് കേറി അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇനി ഈ ഫോളോവേഴ്സിനെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വഴിയിൽ ഏതെങ്കിലും ക്രിമിനൽ കേസ് പെടുക, മാധ്യമം എടുത്ത് ചർച്ചയാവും. അപ്പൊ ഇൻസ്റ്റാഗ്രാമില് പിന്നെ നമ്മളെ തേടി ആൾക്കാർ വരും, അപ്പൊ ഫോളോവേഴ്സ് കൂടും. ഇത് പറയുന്നത് ഞാൻ ഒരു പിന്നെ സർഗാസ്റ്റിക് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പാടില്ല. ഇതിൽ ക്രിമിനൽ കേസിന് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, എല്ലാ ക്രിമിനൽ കേസും കൊണ്ട് പെടാനും പാടില്ല. ഇപ്പൊ ഞാൻ മുന്നേ നോക്കുമ്പോ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ആണ്. അപ്പൊ പിന്നീട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിക്കുമ്പോൾ ആ പേജ് പിന്നെ പ്രൈവറ്റ് ആക്കി വെച്ചു. അപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അലീനയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരെങ്കിലും ആയിരിക്കാം ഈ ഇൻസ്റ്റാഗ്രാം പേജ്, ഇപ്പൊ അറസ്റ്റിലാണല്ലോ, ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചോ ഫോണ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പൊ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏതായാലും അക്കൗണ്ട്. ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് ഈ ഫാഷൻ ഷോയും ദുബായിലേക്കുള്ള റിക്രൂട്ട്മെന്റും അലീന നടത്തുന്നത് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെയാണ്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന വാച്ച് ചെയ്യാനുള്ള ഒരു സുവർണ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതാണ് ആ ഇൻസ്റ്റാഗ്രാം വീഡിയോ. ഇതിലൂടെ തന്നെയാണ് പിന്നെ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ടായിരിക്കാം പെൺകുട്ടികൾ ആകർഷിക്കപ്പെടുന്നത്. ആ പേജ് നോക്കിയിട്ട് ഇപ്പൊ പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞു. മുമ്പേ നോക്കിയപ്പോ കറക്റ്റ് പക്ക ഒരു മോഡലിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് പോലെ തന്നെയാണ് അലീനയുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കും. കുറെ മോഡലിംഗ് ചെയ്തതും ദുബായിലെ ഫാഷൻ ഷോ ചെയ്തതൊക്കെ ആ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. പിന്നെ വേറെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഒരു വടിവാൾ വീശിയ കേസിൽ അറസ്റ്റിലായെന്നൊക്കെ ഒരു കേസുണ്ടെന്നൊക്കെ പറഞ്ഞത്, അത് കൊച്ചിയിലെ ഒരു ബാറിലായിരുന്നു 2025. ആ സംഭവത്തിന് ശേഷം നമ്മളൊരു മുഖ്യധാരാ മാധ്യമം പിന്നെ ഇവര് അലീനയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അന്ന് കുറെ വിമർശനങ്ങൾ നേരിട്ടിട്ട് വന്ന, ഇങ്ങനെയുള്ള ഒരാളെയാണോ പിന്നെ ഇന്റർവ്യൂ എടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അതേപോലെ അവിടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പിന്നെ അവിടെ കൂടെ നിൽക്കുന്ന ഒരു ബോയ് ഫ്രണ്ട് ആണോ അറിയില്ല, ഒരു ആളുണ്ട്, ഒരു ഔറംഗസീബ് എന്ന് പറഞ്ഞിട്ട്. ഈ ഔറംഗസീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ക ഒരു ഗുണ്ടാ നേതാവാണ്. ഒരു ഗുണ്ടയായിട്ടുള്ള ഒരു കണക്ഷൻ കൂടി പിന്നെ ഈ അലീനക്ക് ഉണ്ട്. അതിന്റെയൊക്കെ ധൈര്യത്തിലായിരിക്കാം ഇതൊക്കെ നടക്കുന്ന. എല്ലാവർക്കും കുറെ പേർക്ക് ബന്ധുണ്ടാവും. ഞാൻ പറയുന്നത് ഈ പെൺകുട്ടികളോടും അല്ലെങ്കിൽ ഈ സ്ത്രീകളോടാണ്. ഇങ്ങനെ ഒരു സംഭവം, ഒരു ഓഫർ വരുമ്പോൾ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കൂടുതൽ കളക്ട് ചെയ്യുക, അവരെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒരു പിന്നെ സ്ഥലത്തേക്ക് പുറപ്പെടുക. നമുക്ക് ഒന്നും അറിയാത്ത സ്ഥലത്ത് പിന്നെ
പോകുമ്പോൾ എന്ത് സേഫ്റ്റി പ്രിക്കോഷനാണ് ഉള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം അത് എന്തെങ്കിലും ജോബ് ആയിക്കോട്ടെ, മോഡലിംഗ് മാത്രമല്ല ഏത് ജോബാണെങ്കിലും ഇന്നത്തെ കാലത്തിൽ ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊക്കെയായി കേരളത്തിൽ നടക്കുന്ന അറിയില്ല, കേരളത്തിലും ദുബായിലും എവിടെയാണെങ്കിലും. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതിന് മാത്രം ഏതെങ്കിലും ജോലി ആകട്ടെ, മോഡലിംഗ് മാത്രമല്ല ഞാൻ പറയുന്നത്, എന്ത് ജോലി ആയിക്കോട്ടെ, ആരെങ്കിലും ജോലി വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അതിൽ പോയി പെടാതിരിക്കുക. കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം പിന്നെ സ്ഥലത്തേക്ക് പുറപ്പെടുക എന്നാണ് ഈ യുവതികളോടും സ്ത്രീകളോടും പറയാനുള്ളത്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അവരെയും വഞ്ചിക്കപ്പെടല്ലോ. പിന്നെ ഈ ലൈംഗിക പീഡനം അല്ലാതെ പിൻവാണിയം അല്ലാതെ കാശ് ഇങ്ങനെ ജോലി വിസ തട്ടിപ്പൊക്കെ നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട്. ഇപ്പൊ വിസ തട്ടിപ്പൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് യുവാക്കളും ജോലി വാഗ്ദാനം ചെയ്തിട്ട് കാശും കൊടുത്തിട്ട് അവൻ പറ്റിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ കാശ് തിരിച്ചിട്ടുണ്ടെങ്കിൽ കേസിന്റെ പുറകെ പോയിട്ട് ആ കാശ് തീരുന്നുള്ള മിച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.